എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമെത്തുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടായിരുന്നോ? കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്ത് പറയുക, മായയുടെ മോന് ഞാൻ ഇന്നലെ വിഷ് ചെയ്തായിരുന്നു, മറന്നു പോകുന്നു. കാരണം ഒരാൾ പറഞ്ഞിട്ട് നമ്മൾ മറന്നു പോയാൽ അയ്യോ ഞാൻ മറന്നു പോയെന്ന് പറഞ്ഞാൽ ശരിയല്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ കൊടുത്ത് നാളെയെന്ന് പറഞ്ഞാൽ ഇന്നിപ്പം ഞാൻ എഡിറ്റ് ചെയ്യുന്ന നവംബർ 14 ആദിക്കുട്ടൻ്റെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ആദിക്കുട്ടാ. പിന്നെ ഇവിടെ പ്രൈസമോൻ ഇരുന്ന് ചപ്പാത്തി കഴിക്കും കേട്ടോ. അപ്പം പ്രൈസമോൻ എന്നെ നോക്കുന്ന ആരെയാ ഇത്ര ഇതായിട്ട് മമ്മി അങ്ങ് വിഷ് ചെയ്യുന്നതെന്ന്. ഇല്ലയോടെ പ്രൈസ. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവരും വീഡിയോ ഒക്കെ കാണുക, ഇഷ്ടപ്പെടുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് തരാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. പിന്നെ അപ്പോൾ അഖിൽ പറഞ്ഞു, അഖിലിൻ്റെ ബർത്ത്ഡേ തിങ്കളാഴ്ചയാണ്, ചേച്ചി വിഷ് ചെയ്തില്ലെങ്കിൽ ഞാനിരുന്ന് കരയുമെന്ന്. അതിപ്പോൾ എനിക്ക് ഇതായിട്ടിരിക്കും, ഞാൻ ഓർക്കുമത്. അഖിലച്ചാച്ചൻ പറയുവാ, ബി ചേച്ചി എനിക്ക് വിഷ് ചെയ്തില്ലെങ്കിലേ കിത്തന എത്ര വയസ്സാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വാട്സാപ്പിൽ തരാം. മോൻ ചോദ്യം അഖിലച്ചാച്ചനോട്, അച്ചാച്ചാ എത്ര വയസ്സാന്ന്. കരയമെന്ന് പറഞ്ഞതുകൊണ്ട് അവൻ ചോദിച്ചേ കുഞ്ഞാന്ന് വന്ന്. അതൊരു കുഞ്ഞാ. ആ കുഞ്ഞു പക്ഷേ കാനഡയിലാണ് കേട്ടോ. അപ്പം നാളെ തൊട്ട്, അതായത് നവംബർ 14 തൊട്ട് പ്രൈസമോൻ ഓൺലൈൻ ക്ലാസ്സാണ് കുറച്ച് ദിവസം. ഇവിടെ 20-ാം തീയതിയാണ് എലക്ഷൻ. അപ്പോൾ ഇവരുടെ സ്കൂളിലും എലക്ഷൻ്റെ എല്ലാ ക്രമീകരണങ്ങളൊക്കെ നടത്താൻ വേണ്ടി വോട്ട് ചെയ്യാനും, അപ്പം അതുകൊണ്ട് അതിൻ്റെയൊക്കെ ക്രമീകരണങ്ങളാണ്. അപ്പോൾ അവന് നാളെ തൊട്ട് ഓൺലൈനാണ്. 22 വരെയോ 24 വരെയോ എങ്ങാണ്ട്. അതുകൊണ്ട് പോകണ്ട എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഓൺലൈനിൽ ക്ലാസ് ഉണ്ട്. സെയിം സമയം തൊട്ട് സെയിം സമയം വരെ. പിന്നെന്തുവാ, ഇന്നലെ ഇവൻ വന്നിട്ട് കുറച്ച് നേരം ഞാൻ പറഞ്ഞു വന്നോ അന്നെന്നുള്ളത് പഠിക്കണമെന്ന് പറയാൻ കേൾക്കത്തില്ല. എൻ്റെ പറയും മമ്മി ഞാൻ 9 മണിയാകുമ്പോൾ വരാം, 9 മണിയായിട്ട് വന്നിട്ട് പഠിച്ചോളാന്ന്. 9 മണിയായിട്ടും കണ്ടില്ല. 9:30 പോള് വന്നാണ്. ഞാൻ പറഞ്ഞു എടാ മോനെ താഴെ പോയിട്ടുണ്ട്, പോയി വിളിച്ചുകൊണ്ട് വന്നിട്ട് പഠിക്കാൻ പറഞ്ഞ പറ. എനിക്ക് ഉറക്കം വരുന്നത്. വന്നിട്ട് കുളിച്ച് കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ രാത്രിത്തെ പ്രെയറായി. പ്രെയർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അവൻ കുത്തിയിരിക്കുന്നതാണ് റീച്ച വരുന്നതിനും വരെ. അപ്പോൾ എനിക്കൊന്നും ഉറക്കം വരും, ക്ഷീണം. ഞാൻ പറഞ്ഞു നാളെ ഞാൻ വിടത്തില്ലെന്ന്. അന്നേരം പറഞ്ഞ് ഓക്കെ വിടണ്ടാന്ന്. അപ്പം ഇന്ന് ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കുക, ഞാൻ പോട്ടെ താഴെ. ഞാൻ പറയും വിടത്തില്ലെന്ന്. പടി ഞാൻ വന്ന് പഠിച്ചോളാന്ന് പറഞ്ഞിട്ട് പിന്നെ ആളിൻ്റെ നിറം മാറി. ഓക്കെ ഇനി നമുക്കേ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഓഫാവുന്നില്ലല്ലോ. രാവിലെ ചായ റെഡിയായി. പാലവിടെ ഞാൻ തേയിലവെള്ളം കൂടെ ഇട്ടത്. അപ്പം ബാക്കി പാലെടുത്ത് പിള്ളേർക്ക് കുടിക്കാനുള്ളത് അവിടെ ചൂടായിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കാണിക്കാൻ പറ്റിയില്ല. വെളിയിലും ഒന്ന് പോകണം. അത് പുറകാലെ കാണിക്കാൻ എന്തുവാന്നുള്ളത്. അപ്പം ചായ എല്ലാവർക്കും കൊടുക്കട്ടെ. അപ്പോൾ ഞങ്ങൾ വന്നത് ഞങ്ങളുടെ ഇവിടുത്തെ ഈ മീൻകാരികളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇങ്ങനെ ആൻറ്റിമാരിയ്ക്കുമെന്ന്. അപ്പോൾ അവരിന്നലെ റീച്ചാൻ ഫോൺ ചെയ്ത് പറഞ്ഞു കേരമീൻ വന്നിട്ടുണ്ട് വേണമെന്ന് ചോദിച്ചു. അങ്ങനെ റീച്ചാൻ പറഞ്ഞു ഞാനിവിടെ വാ, റീച്ചാൻ തന്നെ കണ്ടാൽ മനസ്സിലാവത്തില്ലല്ലേ. അങ്ങനെ രാവിലെ ഇവിടെ മാർക്കറ്റില്ല, രാത്രിയിലേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ വീട് ഇവിടെ അടുത്താണ്. അപ്പോൾ അവർ പിന്നെ വീട്ടിൽ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഞങ്ങൾ ചിക്കൻ വാങ്ങിക്കുന്ന ചിക്കൻ കടയിലെ ആ പിള്ളേരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ വീട് കാണിച്ചത്. അങ്ങനെ അവർ വന്ന് തുറന്ന് എടുത്ത് തന്നതാണ്. അപ്പോൾ 3 കേരച്ചൂരയായിരുന്നു
അപ്പോൾ ഇന്നലെ കൊണ്ടുവന്നേ അവർ, ഇന്നലെ വൈകിട്ട് 5 മണിക്ക്. അപ്പോൾ ഇന്നിപ്പം രാവിലെ ഞങ്ങൾ പോയി അത് എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് അതെനിക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ അവർ തൊലി കളഞ്ഞില്ല, അവരിങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി തന്നു, തലയൊക്കെ സെപ്പറേറ്റ് ആക്കിയിട്ട്. അല്ലാതെ ഇത് പീസാക്കി. എന്നിട്ട് എനിക്ക് വീട്ടിൽ വന്നെല്ലാം കൂടെ അതിൻ്റെ ക്ലീൻ കളയണം. അല്ലാതെ അതേസമയം അവരിപ്പം മാർക്കറ്റിൽ ഇരിക്കുമായിരുന്നെങ്കിൽ അവർ ചെയ്തേനെ. അപ്പോൾ അവർ പറഞ്ഞു എല്ലാവരും ഇങ്ങനെ ചെയ്യുന്ന, നീ ഇത് ഞാൻ ചെറിയ പീസാക്കി തരാം, എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി ചെയ്യുമെന്ന് പറഞ്ഞു. മീനൊക്കെ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ എല്ലാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പാത്രങ്ങളെല്ലാം അവിടെ ഇട്ടിട്ടാണ് ഞാൻ പോയത്. കാരണം രാവിലെ അവർ 10 മണിക്കാണ് വിളിച്ചത്. ഞങ്ങൾ എന്നാലും ഒരു 10:30 ആയി. എന്നിട്ട് വന്നിട്ട് അതെല്ലാം ഞാൻ പാത്രങ്ങളെല്ലാം ഇവിടെ ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ വന്നിട്ട് പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി. അപ്പം ഹോളിൽ പപ്പായും മോനോട് എന്തെങ്കിലുമൊക്കെ അവനെ ഓരോന്ന് റീച്ചാൻ പറയുക പഠിക്കുന്നതിൻ്റെ കാര്യത്തിൽ. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ ചെന്നപ്പോഴത്തേനും പോളിൻ്റെ സൗണ്ടില്ല. डू ये सेल्फ स्टडी यार, हर टाइम वीडियो देखने का ये देखने का क्या है आंसर? मुझे ये समझ के करना आगे जाके. പോളിനൊന്നും മിണ്ടാൻ വയ്യാതെ ഇപ്പൊ പറയാനുള്ളതല്ല ഇപ്പൊ പറഞ്ഞു റീച്ചാ. अरे क्या एक्चुअली प्रॉब्लम क्या है? तू ट्राई किया क्या पहला? हाँ क्या हुआ? फॉर्मूला जो मांगता है वो ऐड करना, फिर बाद में करना, आगे जाएगा. कौन सा फॉर्मूला डालने का मालूम नहीं पड़ता है तो डाल दिया, देखा बाद में, पहले देखा बाद में वो आंसर चेक कर रहे हैं, चेक कर आंसर आया बराबर, क्यों नहीं आया? നിന്റെ പഠിത്തം കഴിഞ്ഞോടാ പ്രൈസൻ? എന്താ കഴിഞ്ഞു? മീൻ വാങ്ങിക്കാൻ പോയിട്ട് വന്നിട്ടാ ജോലികളൊക്കെ തുടങ്ങി. കുറച്ചൊക്കെ ചെയ്തിട്ട് പോയി. ഇപ്പം തുണി കഴുകാനിട്ടേക്കുന്ന. ഇവിടെ എൻ്റെ ലിപ്സിൻ്റെ കളർ ഇനി ഒരു ബീൻസ് ഇന്നലെ അരിഞ്ഞു വെച്ചായിരുന്നു. ഇന്ന് ഇനിയിപ്പോൾ അതൊന്ന് തോരൻ വെക്കട്ടെ. അരി തിളയ്ക്കുന്നു കിടന്നു. ഈ സവാള കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചോണ്ടേ 60. അവിടെ ഒരു കൊടവയറ് കാണുന്നല്ലേ. റീച്ചാൻ അതുവഴി പോയി. ഡ്രസ്സൊക്കെ ഊരിയായിരുന്നു, ഷർട്ടൊക്കെ കാണാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ നിന്നത്. റീച്ചാന്ന് പറഞ്ഞാൽ കാണത്തില്ല, ഞാൻ ഇങ്ങനെ കവറാണ്. വെളുത്തുള്ളി എത്ര? 1/4 കിലോ 90. 360 കിലോ. പോളെ, എടാ പോളെ, ഞങ്ങൾ ഇങ്ങോട്ട് വന്നാൽ നിന്റെ സൈക്കിള് മോട്ടിച്ചോണ്ട് പോയ പെണ്ണിനെ കണ്ടടാ. അവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ തോന്നുന്നു. അവളും മാപ്പിളയും നിന്റെ സൈക്കിള് മോട്ടിച്ചോണ്ട് പോയില്ലേ? ഞങ്ങള് വണ്ടി ഇങ്ങോട്ട് വന്നോണ്ടേ അവള് സ്കൂട്ടറെ അങ്ങോട്ട് പോകുന്നു ഭർത്താവിന്റെ കൂടെ. അവളങ്ങനെ ഇരിക്കുന്നതിലും അവൾക്ക് പ്രായമുണ്ട്. പിന്നെ ഭർത്താവിന് നിനക്കാന്ന് അറിയാവുന്ന ഭർത്താവാന്നോന്നു. ഒരു കൊച്ചും പ്രൈസനെ ഇച്ചി കൂടെ ചെറുതാന്ന് തോന്നുന്നു. ഉസ്ക ഭായി ഇവിടെ മേളിലല്ലേ താമസിക്കുന്നേ? എന്ത് ഇവൻ? जल्दी दो ना, बहुत भूख लगे. എന്താ ഇന്നൊന്നും ഇല്ല നിനക്ക്? नहीं, अभी लोग पागल समझेंगे मेरे को. ഇല്ല, നീ വട്ടനാണെന്നൊന്നും ആരും പറയത്തില്ല. അതൊക്കെ ഇടയ്ക്കുള്ള ഇല്ല പിള്ളേരൊക്കെ മസ്തി. पिल्लार नहीं हो ना अभी. അഭി പിള്ളേരല്ല. പിന്നെ वो तो मम्मी को थोड़ा एंटरटेनमेंट चाहिए. എനിക്ക് എന്റർടൈൻമെന്റ് ഒന്നും വേണ്ട. നീയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ സമയമാണ് പോകുന്നത് നിൻ്റെയൊക്കെ പുറകെ ഓടി. मम्मी यार, എടാ ഒന്ന് അടങ്ങടാ. माइक्रोवेव में करो ना. അതിന് സ്വിച്ച് അത് ഓഫ് ആക്കണം ഇനി, വാഷിംഗ് മെഷീൻ. അതുകൊണ്ടല്ലേ നീ ഇന്ന് അത് വെള്ളത്തിൽ കയറ്റും. നീ പോ, ഒരു 5 മിനിറ്റ് നിൽക്കട്ടെ.
ആ എവിടാന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടും കൂടെ ഇവിടെ വയ്ക്കുമ്പോൾ കവർ ആയിക്കോളും. എടാ കാണുന്നോടെ പോളെ. मम्मी का मुट्ठी कवर कर लिया पूरा. റേച്ച പോയി ഡൈ ചെയ്യും. അയ്യോ ഇനി കുറച്ചാളൂടെ കഴിയുമ്പോൾ എനിക്കും അതൊരു ജോലിയായി ഡൈ ചെയ്യൊക്കെ. आप डाई क्यों करोगे? ഇച്ചിരി കൂടെ കഴിയുമ്പോൾ ഈ മുടിയൊക്കെ നരക്കത്തില്ല. मैं क्या बोलता हूँ, ये चाकू को धार बनाओ ना. ഏതാ വെള്ളത്തുള്ളി काटने के लिए चाहिए. അതിന് വേണമെങ്കിൽ നിനക്ക് ചെറുത് വേണമെങ്കിൽ ഇതുകൊണ്ട് അതിനകത്ത് കൊണ്ടുവരണം. ആ ഓറഞ്ച് അതിന് നല്ല ധാറാന്നേ പറയും പോളെ. കൈ മുറിയല്ലേ. വെളുത്തുള്ളിക്ക് എന്താ ഈ പിച്ചാത്തി എന്താ എടുത്താ? नहीं वो है क्या बोलते हैं ना, वो ऐसा ऐसा നീ കൂടുതൽ വീഡിയോ നോക്കി ടക്ക് 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 ചെയ്ത് വിരൽ കണ്ടിച്ച് റസ്റ്റ് हो गया है. അത് റെസ്റ്റ് അല്ല, അത് അങ്ങനാ. ये देख അതൊന്നുകൂടെ ഇട്ട് കഴുകിയെടുക്കണം ഉപയോഗിക്കാതെ ടക്ക് 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 ചെയ്യാൻ. അങ്ങനെ ആസാൻ കാര്യമല്ല, അത് പ്രാക്ടീസ് ചെയ്തവർക്കേ പറ്റത്തുള്ളൂ. റേച്ച ഇന്ന് 4 മണിക്ക് പോകരുതെന്ന് പറയണം. मैं जा रहा हूँ. പോകത്തില്ല. आप देख रहे हो मैं चलने वाला हूँ मम्मा. പപ്പ അതിനൊന്നും പഠിച്ചിട്ടില്ല. अबे मैं पढ़ रहा था, आपने मेरे को बुलाया. ഗുഡായത്ത് പോ, ഞാൻ ഇവിടെ നിൽക്കാൻ പറഞ്ഞില്ല. अभी इधर मेरा मूड बन गया, इधर जल्दी खाना बन के देख रहा हूँ. मेरा मूड बन गया, कुछ 4 बजे नहीं जा रहा. मैं जाने वाला हूँ प्लीज. ना ना प्लीज ये डाल मत दे. एक ही दिन लास्ट आज और कल संडे कल. अरे कैसे आज और कल का बात नहीं, बाकी जो टाइम है वो टाइम में तो पढ़ना. पढ़ूंगा. और बंद कर वो. എനിക്ക് വേണം. देखो ये क्या मिलेगा. ये कुछ नहीं पढ़ता दिन भर, सब खेलने के लिए जाएगा तो दोनों काम होता है. अरे ഞങ്ങൾ വന്നപ്പോഴത്തേക്കിന് ഉച്ചയാകാറായി. അപ്പം പോളിന് വിശന്നിട്ട് വയ്യ. അപ്പം റേച്ചാൻ കുളിക്കാൻ പോകാനുള്ള ഇതിലാണ്. റേച്ചാൻ്റെ അടുത്ത് പറയാ വീഡിയോ ഇടരുത്, റേച്ചാനെ ഇടയ്ക്ക് ഇച്ചിരി കാണുന്നുണ്ടല്ലോ, ഡ്രസ്സൊക്കെമാർ ഒരാൾ കുളിക്കാൻ ഷേവിങ് ഒക്കെ ചെയ്യുക. അതിന് എന്നെ പള്ളു പറഞ്ഞുകൊണ്ടിരിക്കുക വീഡിയോ ഇടരുതെന്ന്. അപ്പോൾ പോൾ പറഞ്ഞില്ല പപ്പായെ കാണത്തില്ല, മമ്മി കവറായിട്ട് നിൽക്കുവാന്ന്. അപ്പം ഇന്നത്തെ ഇച്ചിരി പാവ് ബാജിയുണ്ട്, അവന് ഈ ചപ്പാത്തിയൊക്കെ കഴിക്കാൻ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ ചൂടാക്കിക്കൊണ്ട് നിൽക്കുക. ഇതിൻ്റെ അകത്ത് മമ്മിയുടെ ലിപ്പ് നോക്കടാ, എന്ത് കളറാ. അങ്ങനെ മുറി പോയിരിക്കുമ്പോൾ കറുപ്പ് പോലെ ഇരിക്കും, നല്ല ഓറഞ്ച് പോലെ ഇരിക്കും. അയ്യോ റേച്ച, എന്റെ ചെള്ളൊക്കെ അടിച്ചിട്ട് പോയി റേച്ച. നീ വാ, നിനക്ക് തരുന്നുണ്ട് ഞാൻ അതിന്റെ. എന്തോ റേച്ച? ഓൾമോൻ എന്നെ കടിച്ചെന്നോ? അടിച്ച് ക്ലിക്ക് ബൈറ്റ് होगा फिर. അപ്പം അവൻ വന്നിട്ട് ഇപ്പം തിരിച്ചു പോകണേ. ഞാനും ഒരെണ്ണം കൊടുത്തു പുറകിൽ. അപ്പം നിന്ന് കാര്യം പറഞ്ഞ് ബീൻസ് അങ്ങ് അരിഞ്ഞു. എന്നിട്ട് ബീൻസ് തോരൻ വയ്ക്കുക. അപ്പം ബാജിയൊക്കെ കൂട്ടി പാവ് ബാജിയുടെ അത് ചൂടാക്കി അവന് ചപ്പാത്തി കൊടുത്തു. കൊച്ചന് പിന്നെ ഇപ്പോഴൊന്നും വേണ്ട, അവനിച്ചിരി വയ്യാത്ത അവസ്ഥയായിരുന്നല്ലോ ഇത്. അപ്പോൾ അവനെപ്പോഴൊന്നും വേണ്ട, അവനെന്ന് കുറച്ച് കഴിഞ്ഞ് മതിയെന്ന് പറഞ്ഞ് ബാക്കി എല്ലാവർക്കും കൊടുത്തു. അവനും പാവ് ബാജിയുടെ അതുകൊണ്ട് അത് കൂട്ടി. അവന് ബ്രെഡ് കഴിക്കാൻ അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. അവനല്ലെങ്കിൽ പിന്നെ വെണ്ടയ്ക്ക മെഴുക്കോട്ടെ, ഇതൊക്കെയാണ് അവനിഷ്ടം. അപ്പം ഞാൻ തോരനൊന്നും നടപ്പത്തി. ഇന്നത്തെ ഈ ദിവസത്തെ വീഡിയോ ഞാൻ ഇത്രേ എടുത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയില്ല മീനൊക്കെ കൊണ്ടുവന്നിട്ട് എനിക്ക് അതല്ല ഇന്നെനിക്ക് ഇപ്പോൾ ഓൾറെഡി 1 മണിയൊക്കെ കഴിഞ്ഞ്. പിന്നെ അതെല്ലാം ഒരു 6 കിലോയുടെ മീനുണ്ടായിരുന്നു. അതെല്ലാം കൂടെ എടുക്കുമ്പോൾ കുറേ സമയമാവും. അതുകൊണ്ട് ഞാൻ അതെല്ലാം സഞ്ചിയിൽ ആക്കി ഞാൻ പാർട്ടാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണിക്കുന്നത് ഞായറാഴ്ച ഞങ്ങൾ പ്രെയർ കഴിഞ്ഞ്, ഇത് ഞങ്ങളുടെ ലോക്കണ്ടുവാര ഇല്ല, ഇത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടെ നിർത്തിയിട്ട് നല്ല നാരങ്ങ വെള്ളം, ആ ഒരു നാരങ്ങ വലിയ നാരങ്ങ, ഞാൻ അത് നാരങ്ങ കണ്ടിട്ട് എനിക്ക് കണ്ടിട്ട് നല്ല ഇഷ്ടം തോന്നി, കാണാൻ കൊതിയാണ്. ഞാൻ ചോദിച്ചത് ഇതിന് എത്ര രൂപ? എന്നര അയാൾ പറഞ്ഞ് ഒരെണ്ണം 7 രൂപയെന്ന്. ഇതിൻ്റെ അകത്ത് നല്ല സബ്ജ സീഡൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ വീണ്ടും കുടിച്ചിട്ട് ഇച്ചിരി കൂടെ സബ്ജ സീഡ് താന്ന് പറഞ്ഞു. അപ്പോൾ ഇച്ചിരി മസാലയൊക്കെ ഇട്ടാണ് ഞാൻ കുടിച്ചത്. റേച്ചാന് മസാല ഇഷ്ടമല്ല,
പേച്ചാനല്ലാതെയും കുടിച്ചു. അങ്ങനെ കഴിഞ്ഞ സൺഡേയിൽ ഞങ്ങൾ ഇവിടെ വന്നാണ് കുടിച്ചത്. ഒരു ഗ്ലാസ്സിന് 20 രൂപ. ആ ഒരു ഗ്ലാസ് ഉണ്ട് കേട്ടോ, ഒരു ഗ്ലാസ് വേണേൽ 2 ആക്കാം. കാരണം അത്രയ്ക്ക് തീ ചൂടാ, ദാഹിച്ച് നമ്മൾ ഊപ്പാട് വരുമെന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.